കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഷഷ്ഠി വ്രതത്തിനോടനുബന്ധിച്ചിട്ടുള്ള സ്കന്ദപുരാണത്തിലെ കഥകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാര കഥ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് കുമാരൻ ജനിക്കുന്നതിന് മുന്നോടിയായിട്ട് ഭഗവാന്റെ തൃക്കണ്ണുകളിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ ജ്വലിച്ചുയർന്നപ്പോൾ പാർവതീദേവി ഭയപ്പെട്ട് അന്തഃപുരത്തിലേക്ക് ഓടി എന്ന് പറഞ്ഞു. ആ സമയത്ത് ദേവിയുടെ ചിലമ്പ് പൊട്ടിച്ചിതറിയെന്നും പറഞ്ഞു. ദേവിയുടെ ആ ചിലമ്പിൽ നിന്ന് നവരത്നങ്ങളാണ് മഹേശ്വരൻ്റെ സന്നിധിയിൽ ചിതറി വീണത്. ആ നവരത്നങ്ങൾ നവശക്തികളായി മാറി. ആ നവശക്തികളെല്ലാം പാർവതീദേവിയുടെ രൂപസാദൃശ്യത്തോടുകൂടി അവതരിച്ചു. ആ നവശക്തികൾ ശിവസന്നിധിയിൽ ഭക്തിയോടുകൂടി തൊഴുതു നിൽക്കുകയും മഹേശ്വരനെ സ്തുതിക്കുകയും ചെയ്തു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അവരാഗ്രഹിച്ചത് അവർക്ക് നേടാൻ സാധിച്ചു. ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നവശക്തികൾ ഗർഭിണികളായി മാറി. ഈ കാര്യം പാർവതീദേവിയെ വല്ലാതെ കോപിപ്പിച്ചു. ദേവി ഈ നവശക്തികളെ ശപിക്കുകയാണ്. എന്താണ് ശാപം? നവശക്തികൾ പ്രസവിക്കാതെ ദീർഘകാലം ഗർഭഭാരവും വഹിച്ചുകൊണ്ട് നടക്കട്ടെ എന്നാണ് ശപിച്ചത്. ദേവിയുടെ ശാപം കേട്ടതും നവസുന്ദരിമാർ നവശക്തികൾ ഭയന്നു വിറച്ചു. അവരുടെ ശരീരം വിയർത്ത് കുളിച്ചു. അവരുടെ വിയർപ്പ് തുള്ളികൾ ഈശ്വര കടാക്ഷം കൊണ്ട് ലക്ഷം ശിവവീരന്മാരായി രൂപം പ്രാപിച്ചു. പടച്ചട്ടകളും വാളുകളും പരിചകളും ഗദകളും ഏന്തിയ ആ വീരധീര പരാക്രമികൾ മഹേശ്വര പാദങ്ങളെ വന്ദിച്ച് നിന്നു. ഭഗവാന് വളരെയധികം സന്തോഷം തോന്നുകയും അവരെയൊക്കെ സുബ്രഹ്മണ്യകുമാരൻ്റെ സേനാവീരന്മാരും സഹായികളുമാക്കി നിയോഗിച്ചു. ഈശ്വരാനുഗ്രഹം സിദ്ധിച്ച വീരപുത്രന്മാർ മുരുകദേവന്റെ കൽപ്പനകൾക്കായി കാത്തിരിക്കുകയാണ്. കാരണം അവർ വേലായുധസ്വാമിയുടെ പടയാളികളാണ്. ഉമാദേവിയുടെ ശാപത്തിനിരയായ നവശക്തിമാർ തങ്ങൾക്ക് ശാപമോചനം ലഭിക്കുന്നതിനായി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ കാലം തപസ് ചെയ്തു. ആ സമയത്ത് അവരുടെ ഗർഭം വളരുന്നുണ്ട്. അവർക്ക് വേദനയും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഗർഭഭാരവും വേദനയും കൊണ്ട് അവരുടെ ശരീരവും മനസ്സും തളർന്നു. വേദന അനുഭവിച്ചു വരുന്ന നവശക്തിമാരെ കണ്ടപ്പോൾ ദേവിക്ക് സങ്കടം തോന്നുകയും മഹാദേവി അവർക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്യുന്നു. ദേവിയുടെ അനുഗ്രഹം ലഭിച്ച ആ നവശക്തികൾ യഥാകാലം നന്ദിദേവനെ പോലെ ധീരന്മാരായ നവവീരന്മാരെ പ്രസവിച്ചു. മാണിക്യവല്ലി എന്ന ശക്തി ധീരനായ വീരബാഹുവിന് ജന്മം നൽകി. മൗക്തികവല്ലി പരാക്രമശാലിയായ വീരകേസരിയെ പ്രസവിച്ചു. പുഷ്യരാഗവല്ലിയുടെ പുത്രനായി വീരമഹേന്ദ്രനും ഗോമേതകവല്ലിയുടെ പുത്രനായി വീരമഹേശ്വരനും വൈഢൂര്യവല്ലിയുടെ പുത്രനായി വീരപുരന്ദരനും വൈരവല്ലിയുടെ പുത്രനായി വീരാർക്കനും മരതകവല്ലിയുടെ കുമാരനായി വീരമാർത്താണ്ഡനും പവിഴവല്ലിയുടെ പുത്രനായി വീരാന്തകനും ഇന്ദ്രനീലവല്ലിയുടെ പുത്രനായി വീരധീരനും
ജനിക്കപ്പെട്ടു. അവരവരുടെ മാതാപിതാക്കന്മാരുടെ സുന്ദര വർണ്ണ ശോഭയോടുകൂടി അവതരിച്ച നവവീരകുമാരന്മാർ ശിവജ്യോതിസുകളെ പോലെ പ്രകാശിച്ചു നിന്നു. ആ കുമാരന്മാർ മഹേശ്വരനെയും മഹാദേവിയെയും നമസ്കരിച്ചു. ശിവശക്തിമാർ അവരുടെ ഭക്തിനിഷ്ഠകളിൽ പ്രീതരാവുകയും അവർക്ക് സർവമംഗളങ്ങളും ആശംസിക്കുകയും ചെയ്തു. പരാക്രമശാലികളായ നവശക്തി കുമാരന്മാർക്ക് മഹേശ്വരൻ വീരഖഡ്ഗങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ശക്തിസ്വരൂപിണിയായ പാർവതീദേവി നവരത്നസുന്ദരിമാർക്ക് ശക്തി കവചങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തു. ലക്ഷം ശിവസേനാവീരന്മാർക്ക് സേനാനായകന്മാരായി ഭവിച്ച് ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് കുമാരദേവന് ഉറ്റ തോഴന്മാരായും സഹോദരന്മാരായും ഭവിക്കട്ടെ എന്ന് നവശക്തി വീരന്മാരെ ശിവനും പാർവതിയും അനുഗ്രഹിച്ചു. ഇവിടെ സുബ്രഹ്മണ്യനെ സഹായിക്കുന്നതിനായി ഈ വീരന്മാർ ജനിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഒരു മായാ നാടകം അഭിനയിക്കുകയായിരുന്നു സർവശക്തി. അതല്ലാതെ ദേവി ഭയപ്പെട്ട് ഓടിയതല്ല. കാരണം ഇങ്ങനെയുള്ള കുമാരന്മാർ ഭാവിയിൽ ആവശ്യമാണ്. അതിന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള മഹാദേവിയുടെ നാടകം, മായാ നാടകമായിരുന്നു ഭയപ്പെട്ട് അന്തഃപുരത്തിലേക്കുള്ള ഓട്ടം. അവിടെ ശരവണപ്പൊയ്കയുടെ തീരത്ത് കുമാരൻ അവതരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. കുമാരൻ കാർത്തിക മംഗമാരെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് ആനന്ദിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. കുമാരനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് മഹേശ്വരൻ തീരുമാനിക്കുന്നു. തൻ്റെ ആഗ്രഹം ശക്തിസ്വരൂപിണിയായ ഭഗവതിയോട് ഭഗവാൻ പറയുന്നു. ദേവിയാകട്ടെ ഈ ആവശ്യം ഭഗവാനോട് ഉന്നയിക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ശിവനും പാർവതിയും ഒരുപോലെ ആഗ്രഹിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി ഋഷഭവാഹനത്തിൽ കുമാരനെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി യാത്രയായി. ഈ സമയത്ത് അക്ഷമരായി നോക്കിയിരിക്കുകയാണ് ദേവന്മാർ. കാരണം അവരിങ്ങനെ തെള്ളി തെള്ളി സമയം നീക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം എത്രയും പെട്ടെന്ന് മുരുകൻ യുദ്ധം ചെയ്യാനായി തയ്യാറാകണം. എങ്കിൽ മാത്രമേ അവരുടെ അടിമത്തം അവസാനിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ദേവന്മാർക്ക്. അപ്പോഴാണ് ശിവനും ഉമയും കുമാരനെ വെള്ളിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ട് ഋഷഭവാഹനത്തിൽ യാത്രയാകുന്നത്. അത് കണ്ടതും ദേവന്മാർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ബ്രഹ്മാവും മഹാവിഷ്ണുവും പൂക്കൾ ചൊരിഞ്ഞു. ഭൂതഗണങ്ങൾ വാദ്യഘോഷങ്ങൾ മുഴക്കി. അങ്ങനെ പ്രപഞ്ചം മുഴുവനും വേദമന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായി. അപ്സരസുകൾ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. സൂര്യചന്ദ്രന്മാർ പരമേശ്വരന് വെൺകുറ്റക്കുട ചൂടി. 1 കോടി ഭൂതഗണങ്ങൾ അകമ്പടി സേവിച്ചു. അങ്ങനെ സർവേശ്വരൻ ഭഗവാൻ ഉമാദേവി സമേതനായി കൈലാസാദ്രിയിൽ നിന്ന് ഹിമാലയ സാനുവിൽ സ്ഥിതി ചെയ്യുന്ന ശരവണപ്പൊയ്കയെ പ്രാപിച്ചു. ശരവണപ്പൊയ്കയിൽ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. 6 പൂർണ്ണചന്ദ്രന്മാർ ആടിയും പാടിയും ചിരിച്ചും കളിച്ചും ഇണങ്ങിയും പിണങ്ങിയും അങ്ങനെ നടക്കുന്നു. കുമാരദേവന്റെ അത്ഭുതകരമായ ക്രീഡാ വിനോദങ്ങൾ വീക്ഷിച്ച് ശിവനും പാർവതിയും ദേവന്മാരും സന്തോഷിച്ചു. അച്ഛനെയും അമ്മയെയും കുമാരന്മാർ കാണുന്നു. അവർ ഓടി വന്നു അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക്. ഉടൻ തന്നെ പാർവതീദേവി സ്ത്രീ സഹജമായ ആഗ്രഹത്തോടു കൂടി ശരവണ പൊയ്കയിലേക്ക് ഇറങ്ങുന്നു.
സ്നേഹം, മോഹം, ദയ, കൃപ എന്നീ വികാരങ്ങളോടെ 6 കുമാരന്മാരെയും മാതൃത്വ നിർഭരമായ വാത്സല്യത്തോടു കൂടി 2 കരങ്ങൾ കൊണ്ടും പാർവതീദേവി വാരി പുണരുന്നു. പാർവതീദേവിയുടെ സ്നേഹ ആശ്ലേഷത്താൽ ശ്രീകുമാരന്റെ പല്ലവതുല്യമായ തിരുമേനികൾ ഒന്നായി ഭവിച്ചു. അത്ഭുതം! അരുളും ആശിസും അഭിവൃദ്ധിയും അനുകമ്പയും ദയയും മോക്ഷവും പ്രദാനം ചെയ്തരുളുന്ന മുരുകദേവന്റെ 6 ശിരസ്സുകൾ മാത്രം ഒന്നാകാതെ ശേഷിച്ചു. 6 ശരീരങ്ങൾ അത് ഒന്നായി ഭവിക്കുകയും 6 ശിരസ്സുകൾ പ്രത്യേകമായി ശേഷിക്കുകയും ചെയ്തു. സകല ലോകങ്ങളെയും ലോകജീവികളെയും ഒന്നായി ഭാവിച്ച് പരിപാലനം ചെയ്തു വരുന്ന ലോകമാതാവ് 6 കുമാരന്മാരെ ഒന്നായി ഒരുവനായി അറുമുഖദേവനായി ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. ലോകമാതാവിൻ്റെ സ്പർശനത്താൽ 6 ഗാത്രങ്ങൾ ഏകഗാത്രമായി ഭവിച്ചതിനാൽ സ്കന്ദൻ എന്ന നാമം മുരുകന് ഉണ്ടായി. സർവേശ്വരപുത്രൻ സ്കന്ദദേവനായി പാർവതീ ദേവിയാൽ ആശ്ലേഷിക്കപ്പെട്ട് ശിവസന്നിധാനത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സുന്ദരകുമാരനെ തൃക്കൈയിലേന്തിയ പാർവതീദേവി വാത്സല്യത്താൽ കുമാരദേവന്റെ പീലി തിരുമുടിക്കെട്ടുകളിൽ വിരലോടിച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പുത്രന്റെ പൂന്തളർ മേനിയെ മൃദുലമായി ആ അമ്മ ആശ്ലേഷിച്ചു. കുങ്കുമപ്രഭയാർന്ന കവിളുകളിലും നെറ്റിത്തടങ്ങളിലും മുത്തങ്ങൾ ചൊരിഞ്ഞും മഹേശ്വരി ആനന്ദ നിർവൃതി പൂണ്ടു. മായാ പ്രപഞ്ചനായികയായ ദേവി അരുമക്കിടാവിനെ മടിയിൽ കിടത്തി താരാട്ടുപാടി താലോലിച്ചു. എല്ലാം അറിയുന്ന ലോകമാതാവ്, ആ മാതാവ് പുത്രവാത്സല്യത്താൽ എല്ലാം മറന്ന് കേവലം ഒരു മാതാവ് മാത്രമായി തീർന്നു. പരമേശ്വര കാരുണ്യം കൊണ്ട് ഉത്ഭവിച്ചതും നിർമ്മലവും ശിവജ്ഞാന തത്വബോധപ്രദവുമായ തൻ്റെ സ്തനങ്ങളിലെ ജ്ഞാനമാകുന്ന പാൽ ദേവി കുമാരദേവന് നൽകി അനുഗ്രഹിച്ചു. ശക്തിയുടെ ജ്ഞാനമെന്ന മുലപ്പാൽ ഭുജിച്ച കുമാരൻ ജ്ഞാനികൾക്കെല്ലാം ജ്ഞാനിയായ ജ്ഞാന പണ്ഡിതനായും പിതാവിനു പോലും ഉപദേശം നൽകുന്നതിനുള്ള പാണ്ഡിത്യമുള്ളവനായും ഭവിച്ചു. കുമാരദേവനെ ആശ്ലേഷിച്ചുകൊണ്ട് ഭഗവാന്റെ അരികത്തണഞ്ഞ പാർവതീദേവി ജഗത് പിതാവിനെ വന്ദിക്കുവാൻ പുത്രനോട് നിർദ്ദേശിക്കുന്നു. മാതൃകൽപ്പനയെ ശിരസാവഹിച്ച മുരുകദേവൻ തൻ്റെ പിഞ്ചിളം കരങ്ങൾ കൂപ്പി സർവേശ്വരനെ വന്ദിക്കുന്നു. തൃക്കരങ്ങൾ കൊണ്ട് കുമാരനെ എടുത്തുമ്മ വെച്ച മഹാദേവൻ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ച് മടിയിലിരുത്തി അനുഗ്രഹിക്കുന്നു. ശ്രീ പാർവതീദേവി ഈശ്വരൻ്റെ വാമഭാഗം അലങ്കരിച്ചു. മാതാവിൻ്റെയും പിതാവിൻ്റെയും മധ്യത്തിൽ തേജോമയനായ സ്കന്ദദേവൻ അതാ ഇരിക്കുന്നു. പാർവതീദേവിയോടും സ്കന്ദദേവനോടും കൂടി ദർശനമരുളുന്ന പരമേശ്വരനെ സോമസ്കന്ദമൂർത്തി എന്നാണ് സ്തുതിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? പാർവതീദേവിയോടും സ്കന്ദദേവനോടും കൂടി ദർശനമരുളുന്ന മഹാദേവന് പറയുന്ന പേര് സോമസ്കന്ദമൂർത്തി എന്നാണ്. മഹേശ്വരൻ്റെയും മധ്യത്തിൽ കുമാരൻ ഇരുന്നരുളിയ കാഴ്ച പകലിനും രാത്രിക്കും മധ്യത്തിൽ സുന്ദര സായാജ്ഞം പ്രത്യക്ഷപ്പെടുന്നത് പോലെ അത്ര മനോഹരം ആയിരുന്നു. ശിവമാകുന്ന സത്തും ശക്തിയാകുന്ന ചിത്തും മുരുകനാകുന്ന ആനന്ദവും ചേർന്നപ്പോൾ സച്ചിദാനന്ദം അങ്ങനെ ഉത്ഭവിച്ചു. ഋഷഭവാഹനാരൂഢമായ ശിവശക്തി കുമാരന്മാരെ ദർശിച്ച് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദിദേവന്മാരും ആനന്ദിച്ചു. അലകടൽ എന്നതുപോലെ സന്നിധാനത്തിലും പിന്നിലും പാർശ്വഭാഗത്തിലും കൂടി നിന്ന് ദേവാദിദേവന്മാർ തങ്ങളുടെ പരമാനന്ദ പാരവശ്യം
ഈശ്വര നാമജപങ്ങളിൽ കൂടി പ്രകടിപ്പിച്ചു. ശൂരപത്മാസുരനാൽ പീഡിപ്പിക്കപ്പെട്ടു വരുന്ന തങ്ങളെ കാത്തു രക്ഷിച്ചരുളണമെന്ന് ദേവന്മാർ മനസ്സു നിറഞ്ഞ് മനം നൊന്ത് മുരുകനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ മുരുകദേവന്റെ വളർത്തമ്മമാരായ കാർത്തിക കന്യകമാർ അതാ അവിടെ എത്തിച്ചേരുന്നു. കൃതജ്ഞതാപൂർവം അവരെ കടാക്ഷിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, കാർത്തിക മംഗമാരെ, കുമാരദേവനെ നിങ്ങൾ കുറവൊന്നും വരുത്താതെ ലാളിച്ച് ഓമനിച്ച് വളർത്തി. അതുകൊണ്ട് നിങ്ങളുടെ പുത്രനാണിവൻ. നിങ്ങളുടെ പുത്രൻ എന്ന അർത്ഥം വരുന്ന കാർത്തികേയൻ എന്ന നാമത്തിൽ കൂടി ഇനി മുതൽ മുരുകൻ അറിയപ്പെടും. എന്നിട്ട് വീണ്ടും പരമേശ്വരൻ കാർത്തിക മംഗമാരെ അനുഗ്രഹിക്കുന്നു. കാരണം ഭഗവാന്റെ പൊന്നോമന പുത്രനെ ഒരു കുറവും കൂടാതെ ഇതുവരെ വളർത്തി പരിപാലിച്ചത് കാർത്തിക മംഗമാരാണ്. അതുകൊണ്ട് ഭഗവാൻ വീണ്ടും അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നാളായ കാർത്തിക നക്ഷത്രത്തിൽ കുമാരദേവനെ ഭജിക്കുന്നവർക്ക് ഇഹ പരസുഖങ്ങൾ സിദ്ധിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് കാർത്തിക ദിവസം വ്രതമെടുത്ത് കുമാരനെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു മഹാദേവൻ. സ്കന്ദപുരാണത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹേശ്വരൻ കാർത്തിക മംഗമാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടേക്ക് 6 മുനികുമാരന്മാർ ഒരു ശാപമോക്ഷത്തിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തിച്ചേർന്നു. സ്നേഹവാത്സല്യത്തോടുകൂടി ഉമാദേവി ശരവണ പൊയ്കയിലിറങ്ങി കുമാരദേവനെ ആശ്ലേഷിച്ചെടുത്തപ്പോൾ മാതൃത്വ മഹിമയിൽ ദേവിയുടെ മാറിടത്തിൽ ചുരന്ന പാൽ ശരവണ പൊയ്കയിൽ കുറച്ചു പതിച്ചിരുന്നു. ദിവ്യമായ ആ ജ്ഞാനപ്പാൽ ഭുജിച്ച 6 മത്സ്യങ്ങൾ മുനികുമാരന്മാരായി മാറി. വിവരമറിഞ്ഞ് ആശ്ചര്യത്തോടുകൂടി മഹേശ്വരി പരമേശ്വരനോട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം തിരക്കി. പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം അറിയുന്ന ദേവി ശിവവചനങ്ങളിൽ കൂടി മഹത്വങ്ങൾ ലോകം അറിയട്ടെ എന്ന് ഭാവിച്ചു. അതിനുവേണ്ടി മഹാദേവി ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിച്ചു. അപ്പോൾ മഹേശ്വരൻ ആ കഥ പറഞ്ഞു തുടങ്ങി. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. മഹാദേവി വസിഷ്ഠപുത്രനായ ശക്തി മഹർഷി യൗവനപ്രായത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. അപ്പോൾ ഗർഭവതിയായിരുന്ന ശക്തി മഹർഷിയുടെ പത്നി പ്രസവിച്ച പുത്രനാണ് പരാശരൻ. പരാശര മുനിക്ക് തപ്തർ, അനന്തർ, നന്ദി, ചതുർമുഖൻ, ചക്രപാണി, മാലി എന്നു പേരായ 6 പുത്രന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ ഈ 6 പുത്രന്മാരും ഒരു നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കളികളാൽ കുറച്ച് മത്സ്യങ്ങൾ മരിക്കാനിടയായി. അവരുടെ കളി അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ ആ കളികളുടെ ഫലമായിട്ടാണ് ആ മത്സ്യങ്ങൾ മരിച്ചത്. ഈ വിവരം അറിഞ്ഞു പരാശരമുനി. മത്സ്യങ്ങളായി ഈ കുമാരന്മാർ മാറട്ടെ എന്ന് മുനി ശപിച്ചു. കാരണം കളികളാണെങ്കിലും ആ കളികളിൽ കൂടി മത്സ്യങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് മഹർഷി അങ്ങനെ ശപിച്ചത്. ശിക്ഷിക്കപ്പെടുന്നവർ മാത്രമേ സദ്ഗുണസമ്പന്നരാവുകയുള്ളൂ എന്ന തത്വം പരാശരമുനി ലോകത്തെ ബോധിപ്പിക്കുകയായിരുന്നു. കാരണം തെറ്റു ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ശിക്ഷ അനുഭവിക്കുമ്പോൾ തൻ്റെ തെറ്റ് അവർക്ക് ബോധ്യപ്പെടുകയും അതോടുകൂടി അവർ സദ്ഗുണസമ്പന്നരാകും എന്ന് പരാശരമുനി വിശ്വസിക്കുകയും അത് ലോകത്തെ ബോധിപ്പിക്കുകയുമായിരുന്നു പരാശരമുനി. മത്സ്യങ്ങളായി തീർന്ന പരാശരകുമാരന്മാർ തങ്ങൾക്കെന്നാണ് ശാപമോചനം ലഭിക്കുന്നത് എന്ന് പിതാവിനോട് ചോദിക്കുന്നു.
ശരവണപ്പൊയ്കയിൽ ധ്യാനിച്ചുകൊണ്ട് കഴിയുവാൻ അദ്ദേഹം അവരെ ഉപദേശിച്ചു. മുരുക അവതാരകാലത്ത് പാർവതീദേവിയുടെ ജ്ഞാനപ്പാൽ രുചിക്കുന്നതിന് അവർക്ക് ഇടയാകുമെന്നും അപ്പോൾ ശാപമോക്ഷം കൈവരും എന്നും അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ശാപമോക്ഷം നേടിയ മുനികുമാരന്മാരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് മഹേശ്വരൻ മഹേശ്വരിയെ പറഞ്ഞ് ധരിപ്പിക്കുന്നു. ഈ മുനികുമാരന്മാർ മഹേശ്വരനെയും മഹേശ്വരിയെയും കുമാരദേവനെയും നമസ്കരിച്ചു. അപ്പോൾ മഹേശ്വരൻ ഈ മുനികുമാരന്മാരെ അനുഗ്രഹിച്ച ശേഷം ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ മുനികുമാരന്മാരെ, തിരുപ്പുറം കുണ്ട്രം എന്നറിയപ്പെടുന്ന മലയിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ചാലും നമ്മുടെ കുമാരൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് എഴുന്നള്ളുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ദർശനവും മോക്ഷവും ലഭിക്കും. ഇങ്ങനെ മഹേശ്വരൻ ഈ മുനികുമാരന്മാരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ മഹേശ്വരൻ്റെ വചനം കേട്ട് സംപ്രീതരായ പരാശര മുനികുമാരന്മാർ തിരുപ്പുറം കുണ്ട്രം അല്ലെങ്കിൽ തിരുപ്പൻ കുന്ന് എന്ന മലയിലേക്ക് യാത്ര തിരിച്ചു. അതിനുശേഷം കാർത്തിക മംഗമാരോടും ബ്രഹ്മാവിനോടും മഹാവിഷ്ണുവിനോടും മറ്റു ദേവന്മാരോടും യാത്ര ചോദിച്ച് ഭഗവാൻ ദേവിയോടൊത്ത് കുമാരദേവനെയും കൂട്ടി കൈലാസത്തിൽ എത്തിച്ചേർന്നു. ഋഷഭവാഹനത്തിൽ നിന്നിറങ്ങി പാർവതീ ദേവിയോടൊപ്പം കുമാരദേവനോടും കൂടി സുവർണ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് രത്നസിംഹാസനത്തിൽ മഹേശ്വരൻ ഉപവിഷ്ടനായി. നവവീരന്മാരും അവരുടെ സഹായികളായ ലക്ഷം വീരന്മാരും കുമാരദേവന്റെ കൽപ്പനയും കാത്ത് ഈശ്വര ധ്യാന നിരതരായി അവിടെ നിന്നു. ഹരേ കൃഷ്ണ. ഇതാണ് കുമാരദേവന്റെ കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇതിനു മുമ്പ് നിങ്ങൾ സ്കന്ദപുരാണത്തിലെ ഈ കഥ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, പ്രാർത്ഥിക്കുക. 2-3 തവണ ഈ കഥ നിങ്ങൾ കേൾക്കണം. ഭഗവതി വേലായുധ സ്വാമിയെ, സുബ്രഹ്മണ്യ സ്വാമിയെ, കുമാരദേവനെ ആശ്ലേഷിക്കുന്ന ആ രംഗം, മഹേശ്വരൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ആ രംഗം നിങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകല ദോഷങ്ങളും മാറി, സകല കുടുംബദോഷങ്ങളും മാറി, എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ കർമ്മദോഷങ്ങൾ, നിങ്ങളുടെ മുൻജന്മദോഷങ്ങൾ ഇതെല്ലാം മാറി നിങ്ങൾക്ക് സമാധാനമായ ഒരു ജീവിതം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, കാർത്തിക ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് ഇഹപര സുഖങ്ങൾ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ എല്ലാ മാസവും കാർത്തിക ദിവസം വ്രതമെടുത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കൂ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കാനായിട്ട് ശ്രമിക്കും. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.